ഹായ് ഹലോ. എപ്പോഴും എൻ്റെ രാവിലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ കാണുന്നത്. ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ കാണാമേ. ഇത് അപ്പുക്കുട്ടനെ വിളിക്കാൻ പോണതിന് മുമ്പ് വന്നിട്ട് കഴിക്കാനായിട്ട് കുറച്ച് കോണ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവനെ വിളിക്കാൻ പോകാനായിട്ട് ഇറങ്ങി. ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു. മഴയൊന്നും പെയ്യത്തില്ല. കുടയും വടിയൊക്കെ ആയിട്ട് മുകളിൽ റോഡിൽ അവനെ വിളിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ എന്താ ഇവിടെയാണ് അവനെ വിളിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ മില്ലാണേ. മില്ലിലെ മാമൻ പറഞ്ഞിട്ടുണ്ട് നിന്ന് കാല് കഴിക്കണ്ട, ഇവിടെ കസേരയുണ്ട്, കസേര ഇട്ട് ഇരുന്നോന്ന്. അങ്ങനെ ഞാൻ ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ അവിടെ കസേര എടുത്തിട്ട് ഞാൻ തന്നെ പോയിരിക്കും. അങ്ങനെ അവിടെ ഇരുന്ന് അവൻ വരുന്നത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണേ. മിക്ക പിള്ളേരും ഈ രാവിലെ സ്കൂളിൽ പോകുമ്പോഴല്ലേ ചെറിയൊരു വാശി കരച്ചിൽ. പക്ഷെ അപ്പു നേരെ തിരിച്ചാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് ഇതേപോലെ കുറച്ചിതായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറേ നേരം എപ്പോഴും ഉള്ളതാണേ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ അവൻ വന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കുക. എന്നിട്ട് അവനുള്ള പാലും എനിക്കിത്തിരി ചായയൊക്കെ ആയിട്ട് പിന്നെ ഇതാണ് ആ കോണിനകത്ത് കുറച്ച് മുട്ടയും കൂടി ഇങ്ങനെ തോരൻ പോലെ ആക്കിയിട്ട് അവനത് കൊടുത്ത്. ഈ പാലും ചായയൊക്കെ ഇവൻ ഈ സ്ട്രോ കൊണ്ടാണ് കുടിക്കുന്നത്. എന്തോ അവൻ ഈ സ്ട്രോ വെച്ച് കുടിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ എൻ്റെ ചായയും അവന് പാലും ഒക്കെ കുടിച്ചിട്ട് നമ്മളിതാ മിസ്റ്റർ ബീൻ കണ്ടുകൊണ്ടിരിക്കുകയാണേ. എനിക്ക് മിസ്റ്റർ ബീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടെ ഇരുന്ന് കാണാറുണ്ട്. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവനും ഇപ്പോൾ അത് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ അത് ഉണ്ടാക്കിയ പാത്രവും അവൻ്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കഴുകിയിട്ട് ട്യൂഷനും പോകാൻ വേണ്ടി കുറച്ച് സമയം ഇനി ഉണ്ട്. അതിനിടയിലാണ് അവൻ ട്യൂഷൻ ക്ലാസ്സിൽ ഹോംവർക്ക് എഴുതുന്നത്. അങ്ങനെ അതൊക്കെ എഴുതിച്ചിട്ട് എൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെ ഇന്ന് പുറത്ത് കൊണ്ടുപോകണമെന്ന്. കാര്യം അച്ഛൻ കുറച്ച് മുമ്പേ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റാണ്. അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല ഇപ്പം. അങ്ങനെ എന്നോട് രാവിലെ പറഞ്ഞായിരുന്നു എനിക്ക് വൈകുന്നേരം ഒന്ന് പരവൂര് പോകണമെന്ന്. അങ്ങനെ ആദ്യം ഇതാണ് എൻ്റെ അപ്പൻ. നമ്മൾ അപ്പ എന്നാണ് വിളിക്കുന്നത്. കൊച്ചിലേക്ക് ഞാനും എൻ്റെ ചേച്ചിയും അപ്പാച്ചി എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം അപ്പ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ പോയാൽ കുറേ ചക്ക മാങ്ങ പഴം അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് കിട്ടിയേ. ഇത് എൻ്റെ അമ്മാമ്മയാണ്, അപ്പുക്കുട്ടൻ്റെയൊക്കെ മുത്തശ്ശി. അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് മാമൻ്റെ വീടാണേ. പിള്ളേർ അവിടെ ഇരുന്ന് പഠിക്കുന്നു. ഞാൻ ഹെൽമെറ്റ് പോലും ഊരാതെയാണ് പോയി കിടന്നത്. എന്നിട്ട് അവിടെ നിന്ന് ടാറ്റയെ പറഞ്ഞിട്ട് നേരെ പോകാനായിട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛന് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു നീ പോയി മുട്ടക്കടയുടെ അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ പകുതി അങ്ങോട്ട് വെച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ മുമ്പായിരുന്നെങ്കിൽ ഒരു മുട്ടക്കടയുള്ളായിരുന്നു. ഇപ്പം ഈ റോയിൽ തന്നെ 3 മുട്ടക്കടയുണ്ട്. അതുകൊണ്ട് ഏത് മുട്ടക്കടയുടെ മുമ്പിലാണ് നിൽക്കാൻ പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ആദ്യം കണ്ട മുട്ടക്കടയുടെ മുമ്പിൽ ഞാൻ നിന്ന്. അപ്പോഴേ അച്ഛൻ അല്ല അപ്പ എന്നാണ് വിളിക്കുന്നത്. പറയുമ്പോൾ ഇങ്ങനെ അച്ഛനെന്ന് വരുന്നതാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മുട്ട മേടിക്കുന്നത്. അച്ഛൻ മുമ്പ് കൊച്ചിലെ അവിടെ മുട്ടക്കടയിൽ ജോലിക്ക് നിന്നിട്ടുണ്ടെന്നൊക്കെ കഥയൊക്കെ പറഞ്ഞ് എന്നിട്ട് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കയറിയിട്ട് അച്ഛനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, സബ്സ്ക്രൈബ്.